ശരിക്കും ഇന്ന് ജോലിക്ക് പോയത് നന്നായിന്ന് തോന്നി. അതല്ലെങ്കിൽ രാവിലെ തൊട്ട് ഈ നിമിഷം വരെ മാറാതെ സ്റ്റഡിയായി നിൽക്കുന്ന ഈ ക്ലൈമറ്റ് ഇത്ര ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന സമയത്ത് മൂഡ് പോകാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. വീട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഡിപ്രഷൻ്റെ അടുത്തുകൂടെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എനിവേ അതെന്തായാലും നടന്നില്ല. പക്ഷേ ഇന്ന് അതിനും വേണ്ടി നല്ല ജോലി ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്റ്റഡി ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് ബ്രേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമയം എങ്ങനെയാണ് സ്പീഡിൽ പോകുന്നതെന്ന് അറിയില്ല. ലഞ്ച് കഴിക്കാനിരുന്ന് ഒന്ന് എണീക്കുമ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഓടി വർക്ക് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. ഇന്ന് അത്യാവശ്യം ജോലി ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. സാധാരണ ഇന്ത്യൻ സ്നാക്സും ഫുഡൊക്കെ നമ്മൾ ഇന്ത്യക്കാരാണ് സാധാരണ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാറുണ്ടെങ്കിൽ എൻ്റെ കൊളീഗ് നേരെ ഓപ്പോസിറ്റാണ്. ആൾ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എസ്പെഷ്യലി ഇന്ത്യൻ ഫുഡോ സ്നാക്കോ കാണുവാണെങ്കിൽ എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് തന്നു വിടാറുണ്ട്. ഇനി ചില ഫുഡ് ഐറ്റംസ് ഇഷ്ടമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി കണ്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും കാണുവാണെങ്കിൽ അതും തന്നു വിട്ടിട്ട് നീ വീട്ടിൽ പോയി പ്രിപ്പയർ ചെയ്തോ എന്ന് പറയാറുണ്ട്. ഞാൻ ലൈഫിൽ കഴിക്കരുതെന്ന് വിചാരിച്ച പല ഫുഡുകളും ആൾ സ്നേഹത്തോടെ കൊണ്ട് തരുന്ന സമയത്ത് പിന്നെ ഒന്നും നോക്കാതെ സ്നേഹം മാത്രം എന്ന് വിചാരിച്ച് കഴിച്ച് ട്രൈ ചെയ്തിട്ടുമുണ്ട്. എല്ലാ ഫ്ലേവേഴ്സും നമുക്ക് ഒരുപോലെ ഇഷ്ടമല്ലെങ്കിലും സ്നേഹത്തോടെ വരുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല സാധനങ്ങളും കഴിച്ചിട്ടുണ്ട്. പണ്ട് അമ്മ ഫുൾ ടൈം അവൈലബിൾ ആയിട്ട് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാകും. കാരണം കണ്ണുള്ള സമയത്ത് കണ്ണിൻ്റെ വില അറിയില്ല. ഇപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം.